ഹായ് റൂഹിക്കുട്ടി. ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ പഠിക്കുകയാണോ? ഇഷ്ടപ്പെട്ടു അല്ലേ ഈ പസിൽ കളി? ഇഷ്ടപ്പെട്ടു. അത് ശരി. എടാ, ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങളുടെ സ്കൂളിൽ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്ന? ഒന്നുമില്ല, ഇന്ത്യയെ പഠിപ്പിച്ച് ഇന്ത്യയുടെ ബേസിക് ജനറൽ ഇൻഫർമേഷൻ നിങ്ങളെ പഠിപ്പിച്ചോ? ജനറൽ അവയർനെസ്സോ? കൊറേ ബേസിക് ഇന്ത്യയുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ റൂഹിക്കുട്ടിക്ക്? അത് ശരി. ആഹാ, എന്നാ പറ, നമ്മുടെ കൺട്രിയുടെ പേരെന്താ? കൺട്രിയുടെ പേര് ഭാരതം, ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ വേറെ രണ്ട് പേരുകളാണത് അല്ലേ? ഭാരത് ആൻഡ് ഹിന്ദുസ്ഥാൻ. അല്ല, നമുക്ക് ഇൻഡിപെൻഡൻസ് എപ്പോഴാണോ കിട്ടിയത്? ഇൻഡിപെൻഡൻസ് കിട്ടിയത് 15th 1947. 15th ഏത് മന്ത് ആണ്? ഓഗസ്റ്റ്. 15th August 1947. അന്നാണ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. എടാ, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടല്ലോ അല്ലേ? അതാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ക്യാപിറ്റൽ സിറ്റി. അത് ശരി. ആഹാ. പിന്നെ ഇതിലെവിടെയാ ന്യൂഡൽഹി? ഒന്ന് കാണിച്ചേ. ന്യൂഡൽഹിയുടെ ഫ്ലാഗ് എവിടെ നോക്കട്ടെ. ന്യൂഡൽഹി ഇപ്പൊ കാണിക്കാൻ. ന്യൂഡൽഹിയുടെ ഫ്ലാഗ് ഏതാടാ? എവിടെ? ആ, ന്യൂഡൽഹി അല്ലേ? ആ, ഓ, ഇന്ത്യയുടെ ഫ്ലാഗ് ആണത്. അത് ശരി. ഇന്ത്യയുടെ ഫ്ലാഗിന് എത്ര കളേഴ്സ് ഉണ്ട്? സാഫ്രോൺ, വൈറ്റ്, ഗ്രീൻ. അത് ശരി. ആ ഫ്ലാഗിനെ എങ്ങനെ ഡിസൈൻ ചെയ്തത് ആരാടാ? പിങ്കളി വെങ്കയ്യ. അത് ശരി. ഓ ഗുഡ്. ആ ഫ്ലാഗിന്റെ നടുക്ക് എന്താ ഒരു സർക്കിൾ വരച്ചു? അശോക ചക്ര. എത്ര സ്പോക്സ് ഉണ്ട് അശോക ചക്രയില്? ഗുഡ്. എത്ര ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്? 28. ഗുഡ്. ആ, അപ്പൊ 24 സ്പോക്സ് ഉണ്ട് അല്ലെ? എടാ, ഈ ഫ്ലാഗിന്റെ വേറൊരു പേരുണ്ടല്ലോ. എന്തെന്നാണ് പിങ്കളി വെങ്കയ്യ പേരിട്ടത് നാഷണൽ ഫ്ലാഗിന്? കോണ്ടിനെന്റിലാടാ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി ഉള്ളത്? ഏഷ്യ. ഓഹോ, ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. റൂഹി, ഞാൻ എന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ കേട്ടോ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാടാ ജനിച്ചത്? എന്തോ ഒരു പ്രത്യേകതയില്ലേ ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസം? ചിൽഡ്രൻസ് ഡേ. അതെ, ചിൽഡ്രൻസ് ഡേ ഇപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് യെസ്, ചിൽഡ്രൻസ് ഡേ എന്നാണ് November 14. അന്നാണ് ജവഹർലാൽ നെഹ്റുയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ രുദ്ര, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോദിജി, നരേന്ദ്രമോദി അല്ലേ? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഒരു ലേഡി ആണെന്ന് അറിയാലോ. അതാരാണ്? ദ്രൗപദി മുർമു. അത് ശരി. പിന്നെ നിങ്ങൾക്ക് നാഷണൽ സിംബൽസ് ഒക്കെ കുറെ പഠിപ്പിച്ചു അല്ലേ? എന്നാ പറ, നാഷണൽ ആനിമൽ ഏതാണ് നമ്മുടെ? നാഷണൽ ആനിമൽ റോയൽ ബംഗാൾ ടൈഗർ. നാഷണൽ എംബ്ലം ലയൺ, ക്യാപിറ്റൽ ഓഫ് അശോക. അതിൽ എത്ര ലയൺ ഉണ്ട്? 4 lions. ഓക്കെ. നാഷണൽ ഫ്ലവർ? ലോട്ടസ്. നാഷണൽ ബേർഡ്? പീകോക്ക്. നാഷണൽ ട്രീ ഏതാടാ? ബാനിയൻ ട്രീ. നാഷണൽ മാംഗോ? സോറി, നാഷണൽ ഫ്രൂട്ട്? മാംഗോ. നാഷണൽ വെജിറ്റബിൾ ഏതാണ്? പംകിൻ. ആണോ? അങ്ങനെ. നാഷണൽ സോങ് വന്ദേ മാതരം. അത് ശരി. ഈ വന്ദേ മാതരം എഴുതിയത് ആരാണെന്ന് അറിയാമോ? ഞാൻ പറയാം. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗുഡ്. അത് പംകിൻ വെച്ചിട്ട് ഓർക്കാം അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പൊ നാഷണൽ ആന്തം ആരാണ്? ആന്തം ഏതാണ്? നാഷണൽ ആന്തം ജനഗണമന. അത് എഴുതിയത് ആരാണ്? ഏത് ടാഗോർ ആണ്? രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ? ടാഗ് അല്ലേ? നിങ്ങളുടെ സ്കൂൾ ടാഗ്. നാഷണൽ ഗെയിം ഏതാ കണ്ണ? നാഷണൽ ഗെയിം ഹോക്കി ആണമ്മ. നാഷണൽ റെപ്റ്റൈൽ കിങ് കോബ്ര. അങ്ങനെയാണ് നമ്മൾ നാഗാലാൻഡ് കോഹിമ പഠിച്ചത് അല്ലേ? നാഷണൽ ആനിമൽ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യ കോണ്ടിനെന്റ് ഏതായിരുന്നു? ഏഷ്യ ആണ് അല്ലേ? അപ്പൊ നാഷണൽ അക്വാട്ടിക് ആനിമൽ ഏതാണ് ഇന്ത്യയുടെ? സൗത്ത് ഏഷ്യൻ ലിവർ ഡോൾഫിൻ. നമ്മുടെ ഹെറിറ്റേജ് ആനിമൽ ഏതാണ്? ഹെറിറ്റേജ് ആനിമൽ എലിഫന്റ്. ഗുഡ്.
പിന്നെ നമ്മുടെ നാഷണൽ കറൻസി ഏതാണ്? നാഷണൽ കറൻസി റുപ്പീസ്. അത് ശരി. നമ്മൾ ഇന്ത്യയില് ഒരാളെ ഗ്രീറ്റ് ചെയ്യണമെങ്കിൽ, ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ നമ്മൾ പറയാ? നമസ്തേ. അത് നമ്മുടെ കൾച്ചറാണ് അല്ലേ? യെസ്. ആ റൂഹി, നമ്മുടെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാടാ? ലാർജസ്റ്റ് സ്റ്റേറ്റ് രാജസ്ഥാൻ. സ്മോളസ്റ്റ്? ഗോവ. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അരുണാചൽ പ്രദേശ്. ഏതോ ഒരു സ്റ്റേറ്റിനെ നമ്മളില്ലേ ഫ്രൂട്ട് ബൗൾ എന്ന് പറയുന്നില്ലേ, കുറേ ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ കിട്ടുന്ന സ്ഥലം, മലകളുള്ള സ്ഥലം, അതേതാണ് സ്ഥലം? ഹിമാചൽ പ്രദേശ്. ഗുഡ്, ഹിമാചൽ പ്രദേശ് അല്ലേ. എടാ, നാഷണൽ റിവർ നമ്മൾ പറഞ്ഞില്ല അല്ലേ? ഏതാ നാഷണൽ റിവർ? നാഷണൽ റിവർ ഗംഗ. നാഷണൽ ഗെയിം ഹോക്കി. ഓക്കെ. പിന്നെ നാഷണൽ മോട്ടോ ഏതാണ് നമ്മുടെ? സത്യമേവ ജയതേ. ഓക്കെ, സത്യമെന്നും ജയിക്കട്ടെ. സത്യമെന്നും ജയിക്കട്ടെ അല്ലേ? സത്യമേവ ജയതേ. യെസ്, ഗുഡ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ജനറൽ നോളജ് അല്ലേ? അതെന്താടോ? അതെന്താന്ന് ഈ ആയുർവേദം ഇല്ലേ? ആയുർവേദം, അത് മിസ് പറഞ്ഞു അല്ലേ? ആയുർവേദം എവിടെയാണ് ഫൗണ്ട് ചെയ്തത്? ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ അല്ലേ? ഓക്കേ, ബൈ. അടുത്ത പ്രാവശ്യം കാണാം.